ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോസ് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഹെർബൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലാം ബോക്സിനകത്തുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കാജലുണ്ട്, ലിപ് ബാം ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, പിന്നെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആട്ടോ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ജോയി സ്കിൻ ഫ്രൂട്ടിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് ഫേസിൽ നെക്കിലും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 100 ml 150 രൂപയാണ് കേട്ടോ റേറ്റ് വന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ അത് നമ്മുടെ ഫേസിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഫിക്സ് ടെർമയുടെ ഒരു സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. SPF 15 ഉണ്ട്. ജെൽ ടൈപ്പായിട്ട് വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് സൂപ്പറാണ്. നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സർവ് ആവും. അങ്ങനെ ഫേസിലും നെക്കിലും ബാക്കി വന്നതൊക്കെ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്ലാം ബോക്സിനകത്തുള്ള പ്രൊഡക്റ്റ് ഓരോന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ലിപ് ബാം എടുക്കുന്നുണ്ട്. ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഇതിൽ SPF അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ചുണ്ടിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാനിവിടെ പ്രൈമർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ പ്രൈമറാണ്. പ്രൈമർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ നമ്മൾ ഫേസിൽ എവിടേക്കാണോ വിയർക്കുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫേസിൽ വിയർക്കുന്ന ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതിൽ ഫൗണ്ടേഷൻ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇത് സിറം ഫൗണ്ടേഷനാണ്. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് എൻ്റെ ഫേസിനൊട്ടും മാച്ചാകുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് ഞാൻ ഒരുവിധം എൻ്റെ സ്കിന്നിലൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ ഈ ഒരു ഗ്ലാം ബോക്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കിട്ടുന്നത്. ഈ കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് എൻ്റെ ഫേസിലോട്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് എടുക്കാം. ഇത് നമുക്ക് 02 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പീച്ചി കോർ എന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഐഷാഡായിട്ടും ബ്ലഷായിട്ടും എന്തിനു പറയാം ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തോനെയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വാരി അങ്ങോട്ട് വിതറുകയാണ് കേട്ടോ. ഐഷാഡായിട്ടും ബ്ലഷായിട്ടും. ബ്ലഷൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഒരു ബ്ലഷ് ട്രൈ ചെയ്യുന്നത്. സോ അത് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാജൽ എടുത്തിട്ട് വാട്ടർ ലൈനിൻ്റെ ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് തന്നെ 2 കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു കാജൽ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു സ്മോക്കി ഐസ് എന്നൊക്കെയാണെങ്കിൽ പറയാം. പക്ഷെ വലിയ സ്മോക്കി ഐസൊന്നുമല്ല, ചെറിയതായിട്ട് മുകളിൽ ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. 2 കണ്ണിലും വരച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വാലിട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു വാലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് കണ്ണെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഹെർബൽസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് പ്ലം റോസ് എന്ന ഷെയ്ഡാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എൻ്റെ ഫേസിന് ഒട്ടും മാച്ചായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്തിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ എടുത്തിട്ട് ചുണ്ടിൻ്റെ താഴെയും മേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് നല്ല ഡാർക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിപ്പ് ലൈനിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ലിപ്സിൻ്റെ മുകളിലും താഴെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, വരച്ചു കൊടുക്കാം. അതിന് ശേഷം അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ പോലെ തോന്നിയെങ്കിൽ തന്നെയും ഒന്നും കൂടി ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്പ് ലൈനറും കൂടെ വരച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. അതിന് ശേഷം ഞാൻ പൊട്ട് വെച്ചു. പൊട്ടില്ലാത്തൊരു കളി എനിക്കില്ല. പൊട്ട് പിന്നെ കമ്മലും മാലയും. ഈ ഒരു കമ്മലയും മാലയും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് മാല നമുക്ക് ഈ ഒരു ചോക്കറായിട്ടും അല്ലാതെ ഒക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നുണ്ട്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിൽ നിന്ന് ചെവിയുടെ 2 സൈഡിൽ നിന്നും മുടി എടുത്തിട്ട് നമുക്ക് ഒരു
ഒരു ക്ലിപ്പ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. മുല്ലപ്പൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ ആണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഒറിജിനൽ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അതിനുശേഷം ഞാൻ സിന്ദൂരം തൊട്ട് കൊടുത്തു. സിന്ദൂരം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ലുക്ക് ഓക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൗണ്ടേഷൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ.